ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് എന്ന് പറയാനില്ല, ഇന്ന് എന്തൊക്കെ ഉണ്ട് നിൽക്കാൻ അറിഞ്ഞൂടെ, കുറേ ഉണ്ട്. ഇന്നത്തേക്ക് നാളത്തേക്ക് കംപ്ലീറ്റ് ഒക്കെ പ്രാക്ടിക്കലിൻ്റെ ഇതുണ്ട് അല്ലേ, എന്താണ് റെക്കോർഡ് ചെയ്താണ്ട്, പിന്നെ അസൈൻമെൻറ്റ് ചെയ്താണ്ട്, പിന്നെ ഓൺ എക്സാമിന് വേണ്ടി പഠിക്കാണ്ട്, പിന്നെ അതിന് പുറമെ കോച്ചിങ്ങിൻ്റെ ജെയിൻ്റെ കൂടി പഠിക്കാണ്ട്. ഇന്ന് കുറേ ഉണ്ട്. ഇന്ന് നല്ലൊരു ഗ്രൈൻഡിങ് ഡേ ആയിരിക്കും. ഇന്ന് എന്തായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ കുറച്ച് നേരം രാത്രി നല്ലോണം പഠിക്കാൻ വിചാരിച്ചു. എന്നിട്ട് കുറച്ച് നേരം വൈകിട്ട് എണീക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ റെക്കോർഡൊക്കെ എഴുതാൻ വിചാരിച്ച് രാത്രി ആയിട്ട് കുത്തിയിരുന്നപ്പോൾ നല്ലോണം ഉറക്കം വന്ന് അലാറം വെക്കാനും മറന്നു. അപ്പോൾ എണീക്കാൻ നേരം വൈകി. ഏകദേശം 8:30 എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇനി നേരെ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകണതാണ്. അത് കഴിഞ്ഞിട്ടൊരു ഉറക്കം വരുന്ന ടൈമിൽ റെക്കോർഡ് ചെയ്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉറക്കം വരുന്ന ടൈമിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വെച്ചാൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല, എഴുതില്ല, അപ്പോൾ ഉറക്കം വരില്ല ചോദിച്ച്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഉറക്കണ്ട് വന്നു. ഒന്നും ചെയ്യാനില്ല, ഉറങ്ങിയാണ്ട് പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് തന്നെ തീർക്കണമല്ലേ, നാളെ സീനാവും. കുറച്ച് എഴുതാണ്ട്. ഇതാണ് എത്ര ചെറുതാക്കിയിട്ടാണ് എഴുതിയത്. അത് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഇത് 5 പേജോളം ഉണ്ട്. ഇപ്പോൾ ഞാൻ 3 പേജോളം എഴുതി കഴിഞ്ഞു. ഇനിയുണ്ട് 2 പേജ്. അതൊന്നും കുഴപ്പമില്ല. ഇനി എന്തെന്തായാലും എഴുതണം. ഇനി മാത്സിൻ്റെ റെക്കോർഡ് ഉണ്ട്, കെമിസ്ട്രീൻ്റെ റെക്കോർഡ് നാളെ കംപ്ലീറ്റ് ആക്കാൻ 2 റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാണ്ട്. പിന്നെ കെമിസ്ട്രീൻ്റെ തന്നെ അസൈൻമെൻറ്റ് ഉണ്ട്. ഒരു അസൈൻമെൻറ്റ്, ഒരു എക്സാമിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് ഉണ്ട്. അതിന് പുറമെ ഇനി പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. ഏതാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. അത് എക്സാമിനറിലെ അലക്സാറ ക്ലാസ്സാണ് കാണുന്നത്. ഇപ്പോൾ നേരെ തുടങ്ങി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 11:55 ആയിട്ടുണ്ട്. ഇപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ലാപ്പിൽ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഈ ബോർഡിൻ്റെ ക്ലാസ് കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ എൻട്രൻസിൻ്റെ ഈ സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോൾ കാണുന്നത്, ഫിസിക്സ്. അതുകൊണ്ട് എൻട്രൻസിൻ്റെ ഞാൻ അത് കണ്ടിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈ റിവൈസ് ചെയ്യാൻ തന്നെ ഒക്കെ മറന്നുപോയി. അതിനോട് തന്നെ കുറച്ച് റിവിഷനായിട്ടും ഈ ക്ലാസ്സാണ്. പിന്നെ ഓൺ എക്സാമിൻ്റെ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടില്ല എൻട്രൻസിന്. അതിൽ കുറച്ചൊക്കെ ജെയ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് മൊത്തം കാണണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ 55 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട്, 3 മണിക്കൂർ. അപ്പോൾ എന്തായാലും ചോറ് നിന്നതിൻ്റെ മുന്നേ കഴിയുന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കണതാണ്. ഒരു 11:25 വരെ ബ്രേക്കാണ്. വോയിസ് 11:45 ആയിട്ടിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഏകദേശം എത്ര മിനിറ്റായിന്ന് കാണിച്ചു തരാം. 1 മണിക്കൂർ 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും തുടങ്ങാനാണ്. അവിടെ ഹൈപ്പർ ലാബ് സെക്ഷനാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 1:10 അപ്പോഴത്തേന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഇപ്പോൾ 1.5x പിന്നെ 7.5x ഇട്ടിട്ടാണ് കണ്ടത് 1 അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഇത് പഠിക്കണം. ഇനി അപ്പോൾ ഒന്നും മനസ്സിലാകണം എന്തൊക്കെയോ, കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡിനുള്ള ബ്രേക്കാണ്. ഒരു 2 മണി വരെ ചിലപ്പോൾ ഉണ്ടാവും ബ്രേക്ക്. എന്തായാലും താഴ്ത്തിക്ക് ഓട്ടഞ്ഞ്. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. കിണ്ണമെന്നൊക്കെയാണ് പറയുന്നത്. ഞായറാഴ്ച ആയിട്ട് വാങ്ങിയാണ്. അതൊക്കെയാണ് ബിരിയാണി. അപ്പോൾ ഇത് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാൻ എന്തായാലും ഇപ്പോൾ ബ്രേക്കണയാണ്. അപ്പോൾ ഗൈസ്, 3 മണിയായിട്ട് കുറച്ച് വലിയ ബ്രേക്കായി പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതെടുത്തപ്പോൾ ഒരു കുറച്ച് നേരം പോയി. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തപ്പോൾ 3 മണി ഇനി എന്തായാലും റെക്കോർഡ് ചെയ്താൽ തുടങ്ങുകയാണ്. ക്ലാസ്സൊക്കെ ഇനിയിപ്പോൾ രാത്രിയാണ്. കുറച്ചൊക്കെ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയാണ് ഇപ്പോൾ ഇത്. കെമിസ്ട്രി റെക്കോർഡ് ഈ ചെറിയ ഇതാണ് ഞാൻ കാണിച്ചിരുന്നു രാവിലെ. അപ്പോൾ അതിൻ്റെ ബാക്കി 5 പേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-ാമത്തെ പേജാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അത് എഴുതി തുടങ്ങട്ടെ.
അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 3:50 അപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുറച്ചുള്ളിരുന്ന് ഇത് അതിനോട് തന്നെ പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. ഇത് അത്രയും സ്കൂളിൽ നിന്നൊക്കെ കുറച്ച് എഴുതിയോണ്ട് തന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അസൈൻമെൻറ്റും ഉണ്ട്, പിന്നെ മാത്സിൻ്റെ റെക്കോർഡുണ്ട്. അത് ഇതുവരെ കിട്ടിയില്ല, ആരോട് ചോദിച്ചിട്ടും ആരും എഴുതിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും രാത്രിക്ക് ഒപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുകയാണ്, ഒരു 4:10 4:15 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്ലാസ് കാണാം. പിന്നെ രാത്രിയൊക്കെ റെക്കോർഡ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കണതാണ്. ഈ റെക്കോർഡൊക്കെ കണ്ടിട്ട് ആരാന്ന് പറഞ്ഞാണ് ഒന്നും ചെയ്യാനില്ല. എന്നാലും വെറുതെ ഒരവസ്ഥ തന്നെ ഇട്ടത്. ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ റെക്കോർഡ് ലാബ് ഒക്കെ +2 തന്നെ. അസൈൻമെൻറ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും +1 ആക്കുകയാണെങ്കിൽ കുറച്ച് ഭാരം കുറഞ്ഞു എഴുതണം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ വൈസ് ഇപ്പോൾ കാണാൻ പോകുന്ന കെമിക്കൽ കൈനറ്റിക്സിൻ്റെ പാർട്ട് 5 ആണ്. ഇപ്പോൾ ഏകദേശം 4:35 ആയിട്ടുണ്ട്, 4:40 ആയിട്ടുണ്ട്. കുറച്ച് റെക്കോർഡ് എവിടെന്നെങ്കിലും കിട്ടുമോ ചോദിച്ചു, മാത്സിൻ്റെ റെക്കോർഡ് എവിടെന്നെങ്കിലും കിട്ടുമോ ചോദിച്ചു കുറേ ആൾക്കാർ വിളിച്ചു നോക്കി, പക്ഷേ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യുക, അവസ്ഥയാണ് ഇതൊക്കെ. എല്ലാം കൂടി പിറ്റേന്ന് തന്നെ വരും. തിങ്കളാഴ്ചയാണ് കാണിക്കുന്നത്, അപ്പോൾ ഞായറാഴ്ചയായി. ശനിയാഴ്ച വരെ തുള്ളി കുത്തിരുന്ന് ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ എന്താ അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോൾ ഇനി ക്ലാസ് കണ്ടേ, കുറച്ച് കണ്ട് വെച്ചിരുന്ന് ബാക്കിയുള്ളത് കാണണം. കൂടി ഒരു കുണഞ്ഞ അവസ്ഥയാണ് ഇപ്പം. എന്തായാലും തുടങ്ങി. അപ്പോൾ ഗൈസ് ഏകദേശം 6:10 ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞു. അത്യാവശ്യം ഞാൻ 2x ഇട്ടിട്ട് കണ്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെ കണ്ട്. ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്യാവശ്യം ചെയ്തതും. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക് എടുക്കണതാണ്. 7 മണി വരെ ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്ലാസ് ഒന്നും കാണാനില്ല. ഇന്ന് 2 ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞു. പിന്നെ ഇതും കണ്ടു. ഇതും എഴുതി. റെക്കോർഡ് എഴുതി കെമിസ്ട്രീൻ്റെ. ഇനിയിപ്പോൾ മാത്സിൻ്റെ റെക്കോർഡ് ചെയ്താണ്ട് അതിപ്പോൾ ആരുടെ അടുത്തൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ചോദിച്ച് വാങ്ങണം ആരുടെ അടുത്തെങ്കിലും. അതും ഉണ്ട്. പിന്നെ അത് മാത്രമേ ഉള്ളൂ റെക്കോർഡ്. പിന്നെ അസൈൻമെൻറ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് ഇതുവരെ കിട്ടിയില്ല. അതെന്താവെന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഗൈസ് മാത്സിൻ്റെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 8 പേജാണുള്ളത്. കാണാൻ ഇവിടെ 8 പേജാണുള്ളത്. അപ്പോൾ ഇനി എന്തായാലും അത് നമുക്ക് എഴുതാം. ഇതാണ് മാത്സിൻ്റെ റെക്കോർഡ്. ഇനി എന്തായാലും എഴുതാൻ തുടങ്ങട്ടെ. 8 പേജ് വല്ലാതെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. എന്തായാലും എഴുതിയിട്ട് തുടങ്ങാം നമുക്ക് നേരെ. അപ്പോൾ ഗൈസ് ഇവിടെ 11 മണി ആവാനായിട്ടുണ്ട്. ചോറുന്നാൻ പോയതൊന്നും പറയാൻ പറ്റിയില്ല, അത് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ എഴുതിയിരുന്ന റെക്കോർഡ് അങ്ങനെ ഒഫീഷ്യലി റെക്കോർഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ ബാക്കിയുള്ളത് ഇതാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പേര്, അസൈൻമെൻറ്റ്. അത് ഞാൻ എഴുതാൻ പോകുന്നില്ല. ഇനി എന്താ വെച്ചാൽ വരുന്ന വഴിക്ക് വെച്ച് കാണാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോണേ. എനിക്കാണെങ്കിൽ ഈ പെട്ടിക്കോളൊന്നും മര്യാദയ്ക്ക് വരയ്ക്കാനും വെച്ചില്ല. ആ ഒരവസ്ഥയാണ്. ഇതൊക്കെ വരച്ചിട്ട് എവിടെ എത്താനാ വെട്ടിക്കോളം വരയ്ക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും അങ്ങനെ വരയ്ക്കുക ഒരു ചടപ്പ് പരിപാടിയാണ്. എന്നാലും പക്ഷെ വരച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. എന്തിൻ്റെങ്കിലൊക്കെ മാർക്ക് ചെയ്യും. ചിലപ്പോൾ ലാബിനൊക്കെ മാർക്ക് ഉണ്ടെങ്കിലൊക്കെ അറിഞ്ഞുകൂടാ. റെക്കോർഡും തേങ്ങാമാലകളൊക്കെ കൂടി ഒരുമിച്ചാണല്ലോ വരിക. അതങ്ങനെയാണ്, വേറൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഉറങ്ങാൻ പോണെയാണ്. അതിന് മുന്നേ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ഉറങ്ങണതിൻ്റെ മുന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇടനീർ കൊമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ണിലിറ്റിക്കുക. അത് നല്ല പണിയാണ്. അത് കണ്ണിലിറ്റിച്ചിട്ട് ഒരു റിയാക്ഷൻ ഇടാതെ നിൽക്കുന്നവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇറ്റിക്കാൻ പോകുന്നിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഗൈസ് ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ നിൽക്കുകയാണ് ഞാൻ. കാണണ്ട. പിന്നെ എനിക്ക് കണ്ണുറക്കാനില്ല. അത്രയും ഇതാണ്, ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. ഇത് ട്രൈ ചെയ്യുന്നവരൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാതിരിക്കുക. കണ്ണിന്ന് വെള്ളം വരുന്നതാണെങ്കിലും പോയില്ല.
കണ്ണ് തുറക്കാൻ കഴിയില്ല, എന്താ പറയുക, കണ്ണ് തുറക്കാൻ കഴിയില്ല. സ്വർഗം കാണും. അയ്യോ ഗൈസ്, ഒഫീഷ്യലി കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണ് ചോർന്നിട്ടുണ്ട്. ഇഞ്ചി മിഠായി, ഇഞ്ചി ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്, മസ്റ്റ് ട്രൈ ചെയ്തിട്ടാണ്, നരകം കാണും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ചെയ്യുന്നത്. അയ്യോ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ സ്മി അനന്തുക്കെ